ഗോ കിസ് ദ വേൾഡ് ബൈ സുബ്രതോ ബാഗ്ചി. മൈൻഡ് ട്രീ എന്ന IT ഗ്ലോബൽ സർവീസസ് കമ്പനിയുടെ കോ-ഫൗണ്ടറും ഒഡീഷ സ്കിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനുമായ സുബ്രതോ ബാഗ്ചി 2008 ജൂൺ 12 ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നടത്തിയൊരു പ്രസംഗമാണ് ഗോ കിസ് ദ വേൾഡ്. ഇത് അദ്ദേഹം എങ്ങനെ ജീവിത വിജയത്തിലെത്തി എന്നതിനെപ്പറ്റിയുള്ള ഒരു ആത്മകഥ പോലെയുള്ള ഒരു പ്രസംഗമാണ്. അദ്ദേഹം ഇതിൽ പറയുന്നത്, ഈ പ്രസംഗം തുടങ്ങുന്നത്, 5 സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തിലെ ഒരു ചെറിയ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അവസാനത്തെ കുട്ടിയായിരുന്നു ഞാൻ. ഒറീസയിലെ കൊരാപ്പുട്ടിൽ ഒരു ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന നിലയിലാണ് എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള എൻ്റെ ആദ്യകാല ഓർമ്മ. അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്ര പിന്നിൽ അവശേഷിക്കുന്നു. വൈദ്യുതി ഇല്ലായിരുന്നു. സമീപത്തൊരു പ്രൈമറി സ്കൂളില്ല. ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയില്ല. തൽഫലമായി 8 വയസ്സുവരെ ഞാൻ സ്കൂളിൽ പോയിരുന്നില്ല. ഞാൻ വീട്ടിൽ വെച്ചാണ് പഠനം 8 വയസ്സുവരെ പൂർത്തിയാക്കിയത്. എൻ്റെ അച്ഛന് എല്ലാ വർഷവും സ്ഥലമാറ്റം കിട്ടുമായിരുന്നു. കുടുംബസാമഗ്രികൾ ഒരു ജീപ്പിൻ്റെ പുറകിൽ ഒതുങ്ങുന്നത്രയും മാത്രമായിരുന്നു. അതിനാൽ ഒരു കുടുംബം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറുന്നതിൽ ഒരു പ്രശ്നവും എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. കാരണം അമ്മ ഒരു ജീപ്പിൻ്റെ പുറകിൽ കൊള്ളുന്നത്രയും വസ്തുക്കൾ വൃത്തിയായി അടുക്കി വച്ചിരുന്നു. അന്നത്തെ കിഴക്കൻ ബംഗാളിൽ നിന്ന് വന്ന ഒരു അഭയാർത്ഥിയായ വിധവയുടെ മകളായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ പിതാവിനെ വിവാഹം കഴിക്കുമ്പോൾ മെട്രിക്കുലേഷൻ പാസ്സായിരുന്നു. എൻ്റെ രക്ഷിതാക്കളാണ് എൻ്റെ ജീവിതത്തിൻ്റെയും മൂല്യവ്യവസ്ഥയുടെയും അടിസ്ഥാനം സ്ഥാപിച്ചു തന്നത്. അത് എന്നെ ഇന്നുള്ള നിലയിലേക്ക് എത്തിച്ചു. ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ പിതാവിന് സർക്കാർ ഒരു ജീപ്പ് നൽകി. ഓഫീസിൽ ജീപ്പ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലാത്തതിനാൽ ജീപ്പ് ഞങ്ങളുടെ വീട്ടിലാണ് പാർക്ക് ചെയ്തിരുന്നത്. ഓഫീസിലുള്ള യാത്രയ്ക്ക് അച്ഛൻ ഒരിക്കലും അത് ഉപയോഗിച്ചിരുന്നില്ല. അതുപോലെ ഞങ്ങളെയും അതിൽ കയറി യാത്ര ചെയ്യാൻ അച്ഛൻ അനുവദിച്ചില്ല. ജീപ്പ് ഗവൺമെൻറ്റിൽ നിന്നുള്ള വില കൂടിയ ഒരു വിഭവമാണെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് തൻ്റെ ജീപ്പല്ലെന്നും സർക്കാരിൻ്റെ ജീപ്പാണെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരിക്കലും സർക്കാർ ജീപ്പിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം എപ്പോഴും ഉറപ്പുവരുത്തി. അത് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു പാഠമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ആ ജീപ്പിൽ ഒരു ഡ്രൈവറെയും ഗവൺമെൻറ് അനുവദിച്ചിരുന്നു. ചെറിയ കുട്ടികളായ ഞങ്ങൾ ഡ്രൈവറോട് വളരെയധികം ബഹുമാനം കാണിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രൈവറെപ്പറ്റി വീട്ടിൽ സംസാരിക്കുമ്പോൾ ദാദാ എന്ന് പ്രത്യേകം ചേർക്കണം എന്ന് അദ്ദേഹം ഞങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. ഞാൻ വളർന്ന ഒരു കാർ സ്വന്തമാക്കുകയും രാജു എന്ന പേരിൽ ഒരു ഡ്രൈവറെ നിയമിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ചെറിയ 2 കുട്ടികളോടും ഞാൻ ഇതുതന്നെ ആവർത്തിച്ചു. അതിനാൽ എൻ്റെ 2 പെൺമക്കൾ രാജുവിനെ രാജു അങ്കിൾ എന്ന് വിളിച്ചു വളർന്നു. എന്നാൽ അവരുടെ പല കൂട്ടുകാരും അവരുടെ സ്വന്തം ഡ്രൈവറെ ഡ്രൈവർ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ 2 പെൺമക്കളും രാജുവിനെ രാജു അങ്കിൾ എന്നാണ് സംബോധന ചെയ്തത്. നിങ്ങൾ വലിയ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനത്തോടെ നിങ്ങൾ ചെറിയ ആളുകളോട് പെരുമാറുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെക്കാൾ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരെ ബഹുമാനിക്കണം എന്ന പാഠമാണ് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് അതിൽ നിന്ന്. ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്നത് ചുളയ്ക്ക് ചുറ്റും കൂടിയിരുന്നാണ്. ചുള എന്ന് പറയുന്നത് എർത്ത് ആൻഡ് ഫയർ പ്ലേസ് ആണ്. ഓരോ വർഷവും അച്ഛൻ ട്രാൻസ്ഫറായി പോകുന്ന പുതിയ വീടുകളിൽ അമ്മ ഈ എർത്ത് ആൻഡ് ഫയർ പ്ലേസ് നിർമ്മിച്ചുകൊണ്ടിരുന്നു. അതിനു ചുറ്റും കൂടിയിരുന്ന് ചായ കുടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്നത്. ആ സമയത്ത് ദ സ്റ്റേറ്റ്സ്മാൻ മുഫസൽ എഡിഷൻ അതിൻ്റെ എഡിറ്റോറിയൽ പേജ് ഉറക്കെ വായിക്കാൻ അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെടുമായിരുന്നു. ആ പത്രം ഒരു ദിവസം വൈകിയാണ് ഞങ്ങളുടെ വീടുകളിൽ എത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും അത് എന്നും വായിക്കണം എന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. വായിക്കുന്നതിൽ പകുതിയും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും അതുകൊണ്ട് 2 പ്രയോജനങ്ങൾ ഉണ്ടായി. ഒന്ന്, ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഇംഗ്ലീഷ്. 2, ലോകം കൊറാപ്പുട്ട് ജില്ലയെക്കാട്ടിൽ വളരെ വലുതാണ് എന്ന് അന്നേ ഞങ്ങൾ മനസ്സിലാക്കി. ഇത് രണ്ടും ആ പത്രം വായന കൊണ്ടുണ്ടായ പ്രയോജനമായിരുന്നു. വായിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയായി മടക്കി വയ്ക്കണമെന്ന് അച്ഛൻ നിർദ്ദേശിച്ചിരുന്നു. നിങ്ങളുടെ പത്രവും കുളിമുറിയും നിങ്ങൾ കണ്ടെത്തിയ അതേ അവസ്ഥയിൽ തന്നെ ഉപേക്ഷിക്കണം എന്നാണ് അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നത്. കുട്ടികളായ ഞങ്ങളെ പലപ്പോഴും പത്രത്തിൽ വരുന്ന റേഡിയോകളുടെ പരസ്യങ്ങൾ ആകർഷിച്ചിരുന്നു. അക്കാലത്ത് ബുഷ്, ഫിലിപ്സ്, മർഫി തുടങ്ങിയ റേഡിയോകളുടെയൊക്കെ പരസ്യങ്ങൾ ദിവസവും പത്രത്തിൽ വരുന്നു. അതിൽ ആകർഷിതരായ ഞങ്ങൾ അച്ഛനോട് അത് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഓൾറെഡി എനിക്ക് 5 റേഡിയോകൾ ഉണ്ടല്ലോ. 5 റേഡിയോകൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ 5 മക്കളെയായിരുന്നു. അതിനുശേഷം പലപ്പോഴും ഞങ്ങൾ
സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാം എന്ന് അച്ഛനെ നിർബന്ധിച്ചു. അപ്പോഴും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് 5 വീടുകൾ ഉണ്ടല്ലോ എന്ന്. ഇത് അച്ഛൻ്റെ ആ മറുപടി ഇന്നത്തെ കാലത്ത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിജയവും ക്ഷേമബോധവും ഭൗതിക സമ്പത്ത് കൊണ്ട് വിലയിരുത്തരുത് എന്ന വിലയേറിയ പാഠമാണ് അച്ഛൻ ആ മറുപടിയിലൂടെ ഞങ്ങൾക്ക് നൽകി. അക്കാലത്ത് ഗവൺമെൻറ് വീടുകൾക്കൊന്നും വേലികൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിനും വേലികൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ എല്ലാ ദിവസവും കുറച്ച് വേലികൾ ഓരോ വീടിനും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം, ഉച്ചഭക്ഷണത്തിന് ശേഷം അമ്മ ഒരിക്കലും ഉറങ്ങിയിരുന്നില്ല. ഞാനും അമ്മയും പലപ്പോഴും പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണുകൾ കുഴിച്ച് ചെടികൾ നടാൻ ആരംഭിച്ചു. പലപ്പോഴും അത് വൈറ്റ് ആൻഡ്സ് അഥവാ വെളുത്ത ഉറുമ്പുകൾ വന്ന് അത് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ചുളയിൽ നിന്ന് അമ്മ ചാരം കൊണ്ടുവന്ന് മണ്ണിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് വീണ്ടും ചെടികൾ നട്ടു. ആ ചെടികൾ പൂക്കുന്ന കാലമാകുമ്പോഴേക്കും അച്ഛന് ട്രാൻസ്ഫറായി ഞങ്ങൾ മറ്റൊരിടത്തേക്ക് പോകും. പക്ഷേ അമ്മ എല്ലാ ക്വാർട്ടേഴ്സിലും ഈ ജോലികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരിക്കൽ അയൽക്കാരിൽ ഒരാൾ അമ്മയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ ചെടികൾ നടുന്നത്? ഇത് പൂക്കുന്ന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വിരിയുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങളിവിടെ ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അമ്മ മറുപടി പറഞ്ഞു, ഞാൻ അതിൻ്റെ ആ വിരിയുന്ന സമയത്ത് ഇവിടെ ഉണ്ടായില്ലെങ്കിലും എങ്ങനെയാണോ ഞാനിവിടെ താമസിക്കാൻ വന്നത് അതിൽ കൂടുതൽ മനോഹരമാക്കി ഈ സ്ഥലം ഉപേക്ഷിച്ചു പോകാനാണ് എനിക്ക് ആഗ്രഹം. ഒരു മരുഭൂമിയാണെങ്കിൽ പോലും ഞാനതിൽ പൂക്കൾ വിരിക്കാൻ ശ്രമം നടത്തും എന്നാണ് അമ്മ ആ സ്ത്രീയോട് പറഞ്ഞത്. അതായിരുന്നു എൻ്റെ ജീവിത വിജയത്തിലേക്കുള്ള ആദ്യത്തെ പാഠങ്ങളിലൊന്ന്. നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. പകരം നിങ്ങൾ എന്ത് പുറകിൽ ഉപേക്ഷിക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടി എന്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നതിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് കെട്ടിപ്പിടിക്കുന്നു എന്നതും കൂടിയാണ് വിജയം എന്ന് അമ്മ എന്നെ ആ വാക്കുകളിലൂടെ അന്ന് പഠിപ്പിച്ചു. പതുക്കെ പതുക്കെ അമ്മയുടെ കണ്ണുകളിൽ തിമിരം ബാധിക്കാൻ തുടങ്ങി. ആ സമയത്താണ് എൻ്റെ മൂത്ത സഹോദരന് ഭുവനേശ്വർ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചറായി ജോലി കിട്ടിയത്. അതോടൊപ്പം സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനും അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആഹാരം പാകം ചെയ്തു നൽകാനായി അമ്മയോടൊപ്പം ഞാനും ഭുവനേശ്വറിലേക്ക് താമസം മാറ്റി. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വീടുകളിൽ ഇലക്ട്രിസിറ്റിയും ടാപ്പിൽ കൂടി വെള്ളം വരുന്നതും കാണുന്നത്. അത് ഒരു 1965-ലായിരുന്നു. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു. എൻ്റെ അമ്മയ്ക്ക് കണ്ണിന് പ്രശ്നമുണ്ടായതിനാൽ തന്നെ, അതുപോലെ തന്നെ അമ്മ ബംഗാളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒറിയ സ്ക്രിപ്റ്റ് അമ്മയ്ക്ക് അത്ര വശമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജോലികൾക്ക് പുറമെ അമ്മയ്ക്ക് ദിവസവും പത്രം വായിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം കൂടി എനിക്കുണ്ടായിരുന്നു. അത് എന്നെ ഈ വലിയ ലോകവുമായി ഒരു കണക്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. ആ ദിവസവുമുള്ള ആ പത്രം വായന എന്നെ പുറം ലോകവുമായി കണക്ട് ചെയ്തു. എൻ്റെ ഇന്നത്തെ ഈ സക്സസ്സിൽ എനിക്ക് ആ ഒരു കണക്ഷൻ വളരെ വലിയൊരു നിർണായകമായ ശക്തിയായിരുന്നു. ദിവസവും പത്രം വായിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ തന്നെ ആ യുദ്ധത്തിൽ ഏർപ്പെട്ടതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം മുറുകിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചു. ഇത് ഇന്ത്യൻ ദേശീയതയെ കൂടുതൽ ശക്തമാക്കി. അമ്മയ്ക്ക് ദിവസവും പത്രത്തിലെ യുദ്ധവാർത്തകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് ഈ യുദ്ധത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സദാസമയവും ആലോചിച്ചു. അതിനാൽ തന്നെ ദിവസവും അമ്മയ്ക്ക് പത്രം വായിച്ചു കൊടുത്തതിന് ശേഷം അടുത്തുള്ള യൂണിവേഴ്സിറ്റി ടാങ്കിന് കീഴിൽ ഞാൻ പോയിരുന്നു. ആ ടാങ്കിൽ നിന്നാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ജലം നൽകിയിരുന്നത്. ആ ടാങ്കിൽ ചാരന്മാർ വിഷം കലർത്തുമെന്നും അത് കലർത്താൻ വരുന്ന ചാരന്മാരെ ഞാൻ കയ്യോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുമെന്നും അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ എൻ്റെ പടം വരുമെന്നും ഞാൻ ഭാവനയിൽ കണ്ടു. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ആ ഭുവനേശ്വർ നഗരത്തെ ചാരന്മാർ തീർത്തും അവഗണിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാവന വെറുതെയായിപ്പോയി. പക്ഷേ ഭാവന എൻ്റെ ലോകത്തെ കൂടുതൽ വിശാലമാക്കി. നിങ്ങൾക്ക് ഒരു കാര്യം, പതുക്കെ പതുക്കെ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ വളർന്നു, പഠിച്ചു. ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് ഒരു ഗവൺമെൻറ് ഓഫീസിലെ ക്ലർക്കായിട്ടാണ്. അവിടെ നിന്നും ഞാൻ മാനേജ്മെൻറ് ട്രെയിനിയായി DCM ഗ്രൂപ്പിലെത്തി. അതിനുശേഷം 1981-ൽ IT ഇൻഡസ്ട്രി, അന്ന് 4th ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വന്ന കാലമായിരുന്നു. അക്കാലത്ത് എനിക്ക് IT ഫീൽഡിലേക്ക് ഒരു വിളി വന്നതായി തോന്നി, അല്ലെങ്കിൽ എന്നെ ആ ഒരു IT ഫീൽഡ് ആകർഷിച്ചു. ജീവിതം എന്നെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ഞാൻ വളരെ പ്രഗത്ഭന്മാരായ ആളുകൾക്കൊപ്പം ജോലി ചെയ്തു. ചലഞ്ചിങ് ആയിട്ടുള്ള പല അസൈൻമെൻറ്റ്സും ഞാൻ പൂർത്തീകരിച്ചു. അതുപോലെ ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്തു. 1992-ൽ ഞാൻ US-ൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ
വയ്യാതെ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് ഞാൻ അറിയുകയുണ്ടായി. എൻ്റെ മൂത്ത സഹോദരനൊപ്പമാണ് അച്ഛൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ഇഞ്ചുറി ഉണ്ടാവുകയും അദ്ദേഹം ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. ഞാൻ അച്ഛനെ പരിചരിക്കാനായി ആ ഹോസ്പിറ്റലിലെത്തി. കഴുത്തു മുതൽ കാൽപാദം വരെ അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു, ബാൻഡേജ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ വളരെയധികം ഇൻഹ്യൂമൻ ആയിട്ടുള്ള, വളരെ ഡേർട്ടി ആയിട്ടുള്ള, വളരെ വൃത്തികേടുകൾ നിറഞ്ഞ ഒരു അവസരമായിരുന്നു അത്. ആ സമയത്ത് ഞാൻ അച്ഛനെ പരിചരിക്കാനായി അവിടെ നിന്നു. അന്ന് ഒരു ദിവസം അച്ഛനിൽ നിക്ഷേപിച്ചിരുന്ന ആ ഒരു ബ്ലഡ് ബോട്ടിൽ, ഒരു രക്തക്കുപ്പി, അത് എം ടി ആവുന്നത് ഞാൻ അറിഞ്ഞു. അത് ശൂന്യമാവുന്നത് ഞാൻ അറിഞ്ഞു. ഉടനെ തന്നെ ആ ബോട്ടിൽ മാറ്റാനായി ഞാൻ നേഴ്സിനെ വിളിച്ചു. അപ്പോൾ അവര് വളരെ വളരെ ദേഷ്യത്തോടെ എന്നോട് സ്വയം അത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ വളരെ പരിഭ്രമിച്ചു പോയി. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. വളരെയധികം നിർബന്ധിച്ച് ഞാൻ ആ നേഴ്സിനെയും കൂട്ടി അച്ഛനരികിലെത്തി. ആ സമയത്ത് കണ്ണു തുറന്ന അച്ഛൻ ആ വേദനയ്ക്കിടയിലും നേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ വീട്ടിൽ പോയില്ലേ, സമയം വൈകിയല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഏതൊരവസ്ഥയിലും മറ്റുള്ളവരോട് അനുകമ്പയോ കരുണയോ കാണിക്കാൻ നമ്മുടെ ആ ഒരു അവസ്ഥ തടസ്സമാകില്ല. കാരണം അത്രയേറെ വയ്യാതിരുന്ന അച്ഛൻ ആ നേഴ്സിനെ പറ്റിയാണ് കണ്ണു തുറന്നപ്പോഴേ അന്വേഷിച്ചത്. അവരിതുവരെ വീട്ടിൽ പോയില്ലല്ലോ എന്ന്. പിറ്റേ ദിവസം തന്നെ എൻ്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. വർഷം കഴിയുന്തോറും അമ്മയുടെ കാഴ്ചയുടെ തകരാറ് കൂടുതൽ വഷളായി വന്നു. അങ്ങനെ അമ്മയ്ക്ക് കണ്ണിന് ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന് ശേഷം ആദ്യമായി എൻ്റെ മുഖം അമ്മ കണ്ടപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഓ ദൈവമേ, നീ ഇത്ര സുന്ദരനായിരുന്നോ, യു വെയർ സോ ഫെയർ. ആ ഒരു സന്തോഷം, അമ്മ അത് പറഞ്ഞപ്പോഴുള്ള സന്തോഷം ഇന്നും എൻ്റെ മുഖത്തുണ്ട്. കാഴ്ച തിരിച്ചു കിട്ടി ആഴ്ചകൾക്കുള്ളിൽ തന്നെ അമ്മയ്ക്ക് അൾസർ പിടിപെട്ട് എന്നേക്കുമായി കണ്ണുകൾ രണ്ടും, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ അത് 1969 അമ്മ മരിക്കുന്നത് 2002. ഈ 69 മുതൽ 2002 വരെയുള്ള 32 വർഷങ്ങൾക്കിടയിൽ അമ്മ അന്ധതയുമായി ജീവിച്ചു. പക്ഷെ ഒരിക്കൽ പോലും അമ്മ തൻ്റെ വിധിയെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ആകാംക്ഷ മൂലം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ്, ഇരുട്ടാണോ കാണുന്നത്? പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു, കണ്ണടയ്ക്കുമ്പോൾ പോലും ഞാൻ പ്രകാശമാണ് കാണുന്നത്. 80 വയസ്സുവരെ അമ്മ എല്ലാ ദിവസവും യോഗ മുടങ്ങാതെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വന്തം മുറി അടിച്ചു വാരുകയും സ്വന്തം തുണി അലക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വിചാരം, വിജയം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യവും കൂടിയാണ്, ഒരു ഇൻഡിപെൻഡൻസും കൂടിയാണ്. സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇറ്റ് ഈസ് അബൌട്ട് നോട്ട് സീയിങ് ദ വേൾഡ് ബട്ട് സീയിങ് ദ ലൈറ്റ്. നമ്മൾ ലോകത്തിൽ കാണുന്നതിൽ കൂടുതൽ ഉപരി നമ്മൾ എല്ലാത്തിലും പ്രകാശം കാണുന്നത് കൂടിയാണ് വിജയം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു സാരാംശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സക്സസ്സിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്മേലുള്ള ചില തത്വങ്ങളായിരുന്നു, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതവസ്ഥയിലും, നിങ്ങളുടെ കറൻറ്റ് സ്റ്റേറ്റ് എന്തായിരുന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണമെന്നൊരാഗ്രഹമുണ്ടായാൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. നമ്മുടെ ഇപ്പം ചുറ്റുപാടുമുള്ള ആ ഒരു വിഷമാവസ്ഥയെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റിനെ ഉയർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉന്നതിയിലെത്തുമെന്നാണ് അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. അദ്ദേഹം ഒരിക്കലും മെറ്റീരിയൽ കംഫേർട്സിൽ, അതായത് ഭൗതികമായ സാഹചര്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു റേഡിയോ വാങ്ങാതിരുന്നതും ഒരു വീട് സ്വന്തമാക്കാതെ ഇരുന്നതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളിൽ ഉപേക്ഷിച്ചു പോയ ആ പ്രിൻസിപ്പിൾസ് ആണ്. അദ്ദേഹം ഞങ്ങളിൽ പഠിപ്പിച്ചിട്ട് പോയ മൂല്യങ്ങളും തത്വങ്ങളുമാണ്. എൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് രാജിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. സ്വതന്ത്രാനന്തര ഭാരതത്തെപ്പറ്റി അദ്ദേഹത്തിന് വളരെ ആശങ്കകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് നേരെ എതിരായിരുന്നു എൻ്റെ അമ്മ. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ധാക്കയിലെത്തിയപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അദ്ദേഹത്തെ ഹാരമണിയിക്കുകയുണ്ടായി. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഖാദി പ്രസ്ഥാനവുമൊക്കെയായിട്ട് യോജിച്ചു പോകാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വിരുദ്ധമായ 2 പൊളിറ്റിക്കൽ ഔട്ട്ലുക്കുകളാണ് ഉണ്ടായിരുന്നത്. അമ്മ ബ്രിട്ടീഷ് രാജിന് എതിരും അച്ഛൻ അതിൻ്റെ ഒരു ഫെർവൻറ്റ് ബിലീവറുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിരുദ്ധതയുണ്ടെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയും. അതായത് ഇവരൊരു വീട്ടിൽ 2 വ്യത്യസ്തമായ ആശയങ്ങളെ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് എത്ര വ്യത്യസ്തമായ ആശയങ്ങളുണ്ടെങ്കിലും നമുക്ക് യോജിച്ച് പോകാൻ കഴിയും എന്നൊരു പാഠം ഞങ്ങളുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പഠിച്ചു.
2 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ 82 വയസ്സിലെത്തിയിരുന്നു. ആ സമയത്ത് ഒരു പക്ഷാഘാതം പിടിപെട്ട് അമ്മ ഭുവനേശ്വറിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് ഞാൻ യുഎസിൽ നിന്ന് അമ്മയെ കാണാനായിട്ട് അവിടെ എത്തി. വളരെ അവശയായ നിലയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ഞാൻ അമ്മയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. പോകുന്ന സമയത്ത് ഞാൻ അമ്മയുടെ മുഖത്ത് ചുംബിച്ചു. ആ സമയത്ത് വളരെ ക്ഷീണിതയായിരുന്നെങ്കിലും അമ്മ എന്നോട് ചോദിച്ചു, വൈ ആർ യു കിസ്സിങ് മീ, ഗോ കിസ് ദ വേൾഡ്. നീ എന്തിനാണ് എന്നെ ചുംബിക്കുന്നത്? നീ പോയി ലോകത്തെ ചുംബിക്കൂ, അതായത് ലോകം കീഴടക്കൂ അല്ലെങ്കിൽ ലോകത്തെ അറിയൂ എന്ന ആശയത്തിലായിരിക്കാം അമ്മ പറഞ്ഞത് ഗോ കിസ് ദ വേൾഡ്. അങ്ങനെ അമ്മയുടെ ആ ഒരു യാത്ര അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. അത് അമ്മ ഇന്ത്യയിലെത്തിയത് ഒരു അഭയാർത്ഥിയായ ഒരു വിധവയുടെ, ഒരു റെഫ്യൂജിയുടെ മകളായിട്ടാണ്. അവിടെ നിന്ന് ഹൈസ്കൂളിൽ കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 300 രൂപ മാത്രം സാലറി ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് സർവൻറ്റിൻ്റെ ഭാര്യയായി ജീവിച്ചു. വളരെ നേരത്തെ തന്നെ വിധി കാഴ്ച തട്ടിയെടുത്തു. കാഴ്ചയില്ലാതെയാണ് ജീവിച്ചത്. അങ്ങനെയുള്ള ആ ഒരു സ്ത്രീ എന്നോട് പറയുകയാണ്, ഗോ കിസ് ദ വേൾഡ്. സക്സസ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു വാക്കുകളിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടാണ്. നമുക്ക് എത്രമാത്രം വേദനകൾ ഇപ്പോഴുണ്ടെങ്കിലും അതിൽ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു കഴിവാണ്, അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ അറിയാനും അവരോടൊരു സെൻസിറ്റിവിറ്റിയും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇമാജിനേഷൻ, ഭാവനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് പുറം ലോകവുമായി ഒരു കണക്റ്റഡ്നെസ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രസംഗത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഐ വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് സ്പീഡ്, ഗോ കിസ് ദ വേൾഡ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സുബ്രതോ ബാഗ്ജി ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്.